അപ്പൊ ശരി, നോക്കിട്ട് എടുത്ത് പോയിക്കാം. ചോറ് കുസ്കണ്ടല്ലോ കുറച്ച്. ശരി. ബൂബു ഇത് മഴ ഗൈസ്. ഫോട്ടോ ബൈ. വീട്ടില്ല. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. നമ്മള് കാസർഗോഡ് വീട്ടില്ല. ഫോട്ടോ അസ്സലാമു ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനാദ വ്ളോഗ്. ഗൈസ്, കടകാര്യമായ മഴ പെയ്യുന്നുണ്ട്. മഴയും കൊണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വൈകി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. ബസ്സും കാര്യങ്ങളും ലേറ്റ് ആയാൽ നമ്മൾ ട്രെയിൻ മിസ്സാവും. അപ്പോൾ ഇത് ഇൻ ട്രിപ്പ് മൂഡ്. ഇതിൽ ഹായ് പറയാം ഫ്രീസ്. ഹലോ ഗൈസ്. യോ 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 വാട്സ്ആപ്പ്. ഹായ് ഹായ് ബബ്ലു. ഹായ് ഹായ് ബോംബെ. അച്ചിർ ഹായ്, താസിർ ഹായ്. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ പോണത് ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല. പറയും വേണ്ട, കാണട്ടെ എല്ലാവരും. ഗൈസ്, കാലി ബസ് മണാലി 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 കസോള് മണാലി കസോള് മണാലി അത്തി വേഗത്തി വേഗത്തി. നമ്മള് മൈസൂർ ഇപ്പൊ മൈസൂരിൽ കിട്ടാം. നമ്മ പോയി ബ്രോ. ഹലോ, നമ്മ പോയി ബ്രോ, മൈസൂരിൽ കിട്ടാം. ഇല്ല ബ്രോ, ബസ് കാത്തുക്കുന്നില്ല. നോൺ സ്റ്റോപ്പ് ബസ്സാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ് ഗൈസ്. ഹായ് പറയൂ. ഫൈസ് ബ്രോ ഒരു ഹായ് പറയൂ. ഹായ് പറയൂ, ക്യാമറ നോക്കി ഹായ് പറയൂ. ഹായ്. ഇത് ആരല്ലോ ട്രെയിനിൽ ആദ്യമായിട്ട് ID ഇതോ ആധാർ കാർഡ് ലിങ്ക് ആവല്ലേ? ആരല്ലോ ഫസ്റ്റ് ട്രെയിനില്? അല്ല, ഫസ്റ്റ് ആയി ട്രെയിൻ കയറുന്നാരല്ലോ താസിർ. പിന്നെ ഓഫർ ഉണ്ട്. എന്തൊരു അരമണിക്കൂർ എക്സ്ട്രാ ഇരിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ട്രെയിൻ വെയിറ്റിംഗ് ആണ്. അപ്പുറത്ത് ഇവിടെ ടെക്സ്റ്റിംഗ് ആണ്. ഗൈസ്, നമ്മൾ ട്രെയിൻ വന്ന് ഗൈസ്. അപ്പോൾ എന്താ അവസ്ഥ? ലെറ്റ്സ് ഗോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീടിൻ്റെ പ്രത്യേകത വെച്ചാൽ ഞാനും എൻ്റെ ചങ്ങായിമാർ നാട്ടിലത്തെ നമ്മളൊരു യാത്ര പോകുകയാണ്. അപ്പോൾ യാത്ര എടുക്കാൻ ഞാൻ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റേ പാട്ടോ ഇത് തങ്കമേ തങ്കമേ താമരക്കുരുവിക്ക് തട്ടമിട്, തങ്കക്കിനാവിന് കമ്മലിട്, അരിമല ചെരുവില് ഏലസിട്. നിങ്ങൾക്ക് ഉണ്ടോ ഇതുപോലത്തെ ചങ്ക്? ആദ്യമായി വെട്ട കാണുമ്പോ നമുക്ക് കാണാം. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മളെ റൂം. അപ്പൊ റൂം എങ്ങനെ ഉണ്ടാച്ചു? സൂപ്പർ ബ്രോ, അടിപൊളിയല്ലേ? അപ്പൊ റൂം എങ്ങനെ ഉണ്ടാവും? ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഇതാണ് നമ്മളെ റൂം. ഇവിടെ AC കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആച്ചരി ഇവിടെ ഇങ്ങനെ മുടിയെല്ലാം ഉണക്കിയിട്ട് പണിന് അയച്ചു കൊടുക്കുന്നുണ്ട്. ആച്ചരി ഇവിടെ വെച്ചിരിക്കും. താസർ കുളിക്കാൻ പോയിന്. പിന്നെ ഞാനിവിടെ ഉണ്ട്, കുളിച്ച് മാറ്റി സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇത് ഫുഡ് കഴിക്കണം ഗൈസ്. ഗൈസ്, ഈ കാണുന്ന ജാക്കറ്റ് മൊത്തം നമ്മളെടുത്തിന്. 9 ഉണ്ട്. 1 2 3 4 5 6 7 9 10. ഇയാളൊന്ന് 12. അപ്പോൾ ഗൈസ് നോക്കൂ, നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറം ഇതെന്താ കഴിക്കുന്നത്? അസ്ലം ബട്ടർ ചിക്കൻ. ഡൽഹി ജമാസിൽ വന്ന ഫേമസ് ആയിട്ടുള്ള അസ്ലം ബട്ടർ ചിക്കനിലാണ് ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇവരെല്ലാവരും അതാണ് കഴിക്കുന്നത്. പക്ഷെ ഞാൻ ബിരിയാണിയാണ് കഴിക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. അസ്ലം ബട്ടർ ചിക്കൻ തന്നിട്ട്. അപ്പോൾ ഇവർക്കൊരു ക്രേസ് ആയി ട്രൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാണ്. ഐ എം നോട്ട് ഷുവർ ദറ്റ് ഞങ്ങൾക്ക് പറ്റില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് മുമ്പേതാണ്. നമുക്ക് കണ്ടാൽ റിസൾട്ട് കണ്ടറിയാം എന്താണ് സംഭവം. ഇനിയിപ്പം മൊത്തത്തിൽ ആവേശമാണ്. അപ്പോൾ ഗൈസ് വി ആർ ഗോയിങ് ടു എന്താ കസോൾ. മോർണിംഗ് വിൽ റീച്ച് കസോൾ അറ്റ് 7 AM. അപ്പോൾ നമ്മൾ ബസ് കയറിയിട്ടുണ്ട്. അവിടെ സെറ്റല്ലേ? ഇപ്പോൾ സ്ലീപ്പിംഗ് കംഫർട്ടൊക്കെ എന്താ അവസ്ഥ? കിടിലാന്ന്. ഉറങ്ങിപ്പോവും മുക്കാറും. ഒന്ന് അതിനിടയ്ക്ക് ഫുഡ് ഒന്നും കഴിക്കണ്ടേ? അജു ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് രാവിലെ ബസ് കയറി ഉറങ്ങി രാവിലെ കഴിഞ്ഞ് രാവിലെ കസോൾ ഇൻഷാല്ലാ. ഭയങ്കര വടാപ്പാവ് ടീം വടാപ്പാവ് ഈ പഞ്ചാബ് ടീം വടാപ്പാവ് ഈ ടീം ആലു പൊറോട്ട. ഗുഡ് മോർണിംഗ് ഗായ്സ്. നമ്മൾ കസോളിലെത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായി. ബാക്കി പരിപാടി എല്ലാം ഫ്രഷപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ലെറ്റ്സ് ഗോ. അജു എന്താക്കുന്നു? സൺസ്ക്രീൻ തിരിക്കുക. ಇಂಥ ಬಿಸಿಲು ಇಂಥ ಸನ್ಸ್ಕ್ರೀನ್. ಗುಡ್ ಬ್ರೋ, ವೆಲ್ ಮೇಂಟೈನ್. അത് പോകല്ലേ നമ്മൾ എടുക്ക പോണേ മണികരൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ കസോളിലാണുള്ളത്. ഇപ്പോൾ നെക്സ്റ്റ് മണികറിലേക്ക് ബസ് കയറുന്നത്. അത് കഴിഞ്ഞിട്ട് പറശ്ശിനിക്ക് ബസ് കയറുന്നത്. അത് കഴിഞ്ഞിട്ട് കളകയിലേക്ക്. എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ ഒരു സ്റ്റേ ചെയ്തിട്ട് പിന്നെ ട്രക്കിങ്ങും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് കാണാം. ഓക്കെ പോകല്ലേ? ഗുഡ് മോർണിംഗ് ഗൈസ്. ബസ് ഫുള്ള് ഗൈസ്. ഓട്ടോമാറ്റിക് ഇതാണ് ഹോട്ട് സ്പ്രിങ്. അപ്പോൾ ലൈഫിൽ വൺ ടൈമിങ് എക്സ്പീരിയൻസ് ചെയ്യണം. ഇർഫാൻ എല്ലാവരും ഉണ്ട് ഇവിടെ കുളിക്കാൻ വേണ്ടി റെഡി ആയിട്ട്. എക്സൈറ്റഡ് അല്ലേ? വെള്ളം അത്യാവശ്യം ചൂടുണ്ട് ഗൈസ്. ഞാൻ തൊട്ടോക്കി വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായി. ചൂട് ഗൈസ്. എങ്ങനെയുണ്ട് ചൂട്? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഹോട്ട് സ്പ്രിങ്ങിന്റെ കൂടി? എങ്ങനെയുണ്ട് ഇപ്പോൾ ചൂട്? എങ്ങനെയുണ്ട് ഗൈസ്? ഇവിടുത്തെ ക്ലൈമറ്റ് പറഞ്ഞാൽ ലൈക്ക് മൈനസ് അല്ല 13 വെതറാണ്. 13 അതായത് നമ്മുടെ നാട്ടിലേക്കായി കുറച്ച് 6 ഡിഗ്രി കുറവാണ്. ആ തണുപ്പിലാണ്. പക്ഷെ ചൂട് ഇവിടുത്തെ വെള്ളത്തിൻ്റെ നോ രക്ഷ ഗൈസ്. എന്നുവെച്ചാൽ അവിടുന്ന് വരുന്ന അതാ പുറത്തുനിന്ന് ഞാൻ സ്ഥലം കാണിച്ചു തരാം. അവിടുന്ന് വരുന്ന വെള്ളമാണിത്. ലൈഫിൽ വൺ ടൈം എങ്കിലും മസ്റ്റ് വിസിറ്റ് ആണ് ഗൈസ്. അപ്പോൾ ഇതാണ് ജിപ്സി ഹൗസ്. അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. ലൈക്ക് ഇവരാണ് ഞങ്ങളെ പാക്കേജ് ചെയ്തത്. മൊത്തത്തിൽ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അതായത് ബുൺബുണി ട്രക്കിങ് 2 ദിവസം. പിന്നെ കീർഗംഗ ഞങ്ങൾ പകുതി വരെ പോയി തിരിച്ചു വന്ന് ഒരു വാട്ടർഫോൾസ് എല്ലാം ഉണ്ടായിന്. അപ്പോൾ ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലം. അപ്പോൾ ഇവിടത്തേക്ക് എത്താൻ തന്നെ ഏകദേശം കൽഗ വില്ലേജിൽ നിന്ന് കൽഗയിലെത്തിയിട്ട് അവിടുന്ന് ലൈക്ക് 30 to 40 minutes നടക്കാനുണ്ട് മുകളിലേക്ക്. അപ്പോൾ ഇതാണ് ഞങ്ങൾ നിന്ന പ്രോപ്പർട്ടി. അടിപൊളി പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എന്താ പറയുക, നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ലൈക്കായി. അപ്പോൾ ഞങ്ങൾക്ക് പ്രൈവസി ആയാലും ഹോസ്പിറ്റാലിറ്റി ആയാലും ഫുഡും കാര്യങ്ങളെല്ലാം ഇവരാണ് നോക്കുന്നത്. ഇവിടുത്തെ മൊത്തത്തിലുള്ള ഗൈഡും കാര്യങ്ങളും പാക്കേജിൽ ഇൻക്ലൂഡാണ്. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ കുളിച്ചൊക്കെ മാറ്റി ഫ്രഷപ്പായി റൂമൊക്കെ കയറി. അങ്ങനെ നമ്മൾ വൈകുന്നേരം ചുമ്മാ കറങ്ങാൻ ഇറങ്ങിയപ്പോൾ ഒരു ചങ്ങായി പറഞ്ഞ് ഇവിടെ അടുത്ത് മുന്നോട്ട് പോയ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന്. അപ്പോൾ നോർമലി ഇത് കീർഗംഗ ട്രെക്കിങ്ങിന് പോകുന്ന വഴിക്ക് കാണുന്ന വെള്ളച്ചാട്ടമാണ്.
അപ്പോൾ നോർമലി കീരഗംഗ ട്രക്കിങ് 3 വെള്ളച്ചാട്ടം കണ്ടുവരാറുണ്ട്. അപ്പോൾ ഒന്നാമത്തതാണിത്. അപ്പോൾ ഒരു ബായ് പറഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയൊരു വെള്ളച്ചാട്ടം കൂടി ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ വന്ന അതേ ദിവസം തന്നെ 3 കവർ ചെയ്യാൻ ഇമ്പോസിബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ വന്ന് വൈകുന്നേരം ആയിപ്പോയി. അങ്ങനെ ഞങ്ങൾ ഡേ 2 ഞങ്ങൾ പ്ലാൻ ചെയ്ത് രണ്ടാമത്തെ വെള്ളച്ചാട്ടം അടിപൊളിയാണ്, അവിടത്തേക്ക് പോകാമെന്നുള്ള മൈൻഡിൽ. അപ്പോൾ ഒന്നാമത്തെ ദിവസം ചായയും കുടിച്ച് നമ്മൾ പിരിഞ്ഞ്. അപ്പോൾ രണ്ടാമത്തെ ദിവസം നമുക്ക് കാണാം. ഗായ്സ്, ചെറുതായിട്ടൊരു പണി കിട്ടീനി. വരുന്ന വൈക്കതാ മഴ പെയ്യുന്നുണ്ട്. മഴത്തുള്ളി ആണെങ്കിൽ ഐസ് ക്യൂബ്സ് വെക്കുന്നവരുണ്ട്. സീന്. हाय, आपका नाम क्या? गरीबा. गरीबा. Are you going to school? Yes. In which standard? Third. Guys, ഇതാണ് ഗരീമ. Right? What is your name? Gariba. Garima. You're from Kalga. Kalga village, yeah. And this is your home, right? Yes. Okay. Have you drink coffee? Yes. You are the Kelga. Eh? मेरे दोस्त केलगा से थे. ഞങ്ങളവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നു. കയ്യിൽ ഒരു ക്രിക്കറ്റ് ഉണ്ട് പണ്ടത്തെ. അപ്പോൾ അത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നു. ഷോ ദി ചോക്ലേറ്റ്. ഞാൻ ഒരു മുട്ടായി കൊണ്ടേ കൊടുത്തു. എനിക്ക് കണ്ടപ്പോൾ എന്തായാലും എനിക്ക് ഇതേപോലത്തെ ഒരു ചെറിയ അനിയത്തിയുണ്ട്. അപ്പോൾ ഓളെ എനിക്ക് ഓർമ്മയായി. ഐ എം സേയിങ് ദാറ്റ് ഐ ഹാവ് വൺ സ്മോൾ സിസ്റ്റർ ലൈക്ക് യു. സേ ഹായ് ടു എവരിവൺ. ഹായ്. നമ്മളെ ഗരീമ വന്നിട്ടുണ്ട്. ഓൾക്ക് നിങ്ങൾ എന്താ കളിക്കുന്നതെന്ന് അറിയില്ലല്ലോ, പറഞ്ഞു കൊടുക്കാൻ. ഗരീമ, സേ ഹായ് ടു എവരിവൺ. ഹായ് വരടാ. കൊണ്ടേക്കോ. എടാ വൃത്തിക്ക് കൊണ്ടേരും, അതേപോലെ വൃത്തിക്ക് കൊണ്ടുവരാന്. ഓക്കെ, മിസ്സാക്കരുത്. ഇനി ആർക്ക് കിട്ടാത്ത എല്ലാവർക്കും ആയില്ലേ? അപ്പൊ ഗൈസ്, നാളെ ട്രക്കിങ്ങിന് പോകുമ്പോ എടുക്കാനുള്ള സ്ലീപ്പിംഗ് ബാഗാണിത്. ചണ്ടക്ക് ചണ്ട. ഇപ്പൊ രണ്ട് താളട്. ഫ്രീദ എവിടെ പോന്ന? അച്ഛനെന്താ കാണിച്ചേ? കളി തന്നെ. ഇറങ്ങുന്നതിന് മുന്നേ സാധനം മേടിക്കാൻ പോന്ന. അതാ ഗരിമ ഗോയിങ് ടു സ്കൂൾ. ഒറ്റയ്ക്ക് ഇതാ ഇന്നലെ പറഞ്ഞ പോലെ ഇത് ഇറങ്ങി ഈ മല ഇറങ്ങിയിട്ട് പോകണം അവൾക്ക് സ്കൂളിൽ പോകണമെങ്കിൽ. അപ്പോൾ കഴിച്ച് ഞങ്ങൾ ട്രക്ക് രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഒരു 9:30-9:45 ഞങ്ങൾ ഇറങ്ങിയിനി. സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ ചെറുതായിട്ടുള്ള സ്നാക്സും കാര്യങ്ങളും ക്യാരി ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റായിട്ട് ബുൺബുണിയാണ് കയറുന്നത്. ലൈക്ക് 6 to 7 hours മുകളിലേക്ക് കയറാനുണ്ട്. നടന്ന് കയറണം, ട്രക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി. ഈവനിങ് അവിടെ എത്തി. സൺസെറ്റും കാര്യങ്ങളും പരിപാടിയും ചായടിയും ഒക്കെ ആയി. ടെൻ്റൊക്കെ അടിച്ചിട്ട് രാത്രി അവിടെ തന്നെ സ്റ്റേ ചെയ്യും. മോർണിംഗ് എണീച്ചിട്ട് ഒരു 360 വ്യൂ പോയിൻ്റ് ഉണ്ട്, ബുൺബുണി. അതാണ് ബുൺബുണി. അവിടത്തേക്ക് പോകും. അപ്പോൾ ഡേ 1 ട്രക്കിങ്ങിൻ്റെ പ്ലാനിങ് ഇതാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും കയറുകയാണ്. ബാക്കി കാഴ്ചകൾ കാണാം. തളർന്നു ഗൈസ്. ഇവിടെ റെസ്റ്റ് അടിക്കാൻ വേണ്ടി കുറച്ച് നേരം നിർത്തി. എല്ലാവരും കിടന്നു പോയി. വെള്ളം എങ്ങനെ ഉണ്ടാ? തണുപ്പുണ്ടാ? തണുപ്പില്ലേ? ഗൈസ്, ഈ കാണുന്നതാണ് ബുൺബുണി. കുറച്ചുകൂടി മുകളിലേക്ക് അവിടത്തേക്ക് കയറാൻ പറ്റൂ. പക്ഷെ ഞങ്ങള് ടെൻറ്റിലൂടെയാണ് അടിക്കുന്നത്. അപ്പോൾ ഇതുണ്ടോ, മലൻ്റെ മുകളിൽ നിന്ന് വെള്ളം ഒലിച്ചു വരുന്നു. നല്ല തണുത്ത വെള്ളം.
ചുറ്റും മലകളാണ്. അപ്പോൾ ഗൈസ് ഇതാണ് ഞങ്ങളെ ഇന്നത്തെ സ്പോട്ട് ബുൺബുണി ട്രക്ക് ചെയ്ത് കയറി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്പോട്ട്. ഇവിടെയാണ് ടെൻ്റ് അടിക്കുന്നത്. അപ്പോൾ കുപ്പി വെള്ളം മേടിച്ചിട്ടുണ്ടായിരുന്നു താഴേന്ന്, വരുന്നേക്ക് കുടിച്ച് കാലി. ഇപ്പോൾ അവിടെ നിന്ന് ഒരു മോളിൽ നിന്ന് ഒഴുകി വരുന്ന അരുവിയുണ്ട്, നല്ല തണുത്ത വെള്ളം. അപ്പോൾ അവിടെ നിന്ന് ഫില്ല് ചെയ്താണ്. അപ്പോൾ ഇന്നിപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 1 മണി എങ്ങാണ്ടും ആയി, 1 മണി 1:30 ആയി. അപ്പോൾ ഇപ്പോൾ ടെൻ്റ് അടിച്ചിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള പ്ലാനാണ്. നാളെ കീർഗംഗ 2 ട്രക്കാണ് മെയിനായിട്ടുള്ളത്. നമ്മളെ ടെൻറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് കടന്നുറങ്ങി. ഫുഡ് കഴിക്കുമ്പോൾ കാണുന്ന കാഴ്ച നോക്കുക, അടിപൊളി കാഴ്ച. ലൈഫിൽ 1 ടൈമെങ്കിലും മസ്റ്റ് വിസിറ്റാണ്. അങ്ങനെ കടന്നെല്ലാം ഉറങ്ങി. പിന്നെ മെല്ലെ എണീച്ചപ്പോഴത്തേക്ക് സൺസെറ്റിന് സമയമായി. കാര്യമായ സൺസെറ്റും കിട്ടി. ലൈഫിൽ 1 ടൈമെങ്കിലും മസ്റ്റ് വിസിറ്റാണ് കേട്ടോ ബുൺബുണി. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം കൂട്ടിയിട്ട് 1 ടൈമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുക ട്രക്കിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇതാ ഉറങ്ങി എണീച്ചിട്ടുണ്ട്. അപ്പോൾ സൺസെറ്റ് കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. നിങ്ങളെ കണ്ടോക്ക് അതാ. ഓ ഗൈസ് നോക്കൂ, സമയം എത്രയാടാ ഫൈസ? 7:40. നാട്ടിൽ 7:40. പക്ഷെ ഇവിടെ വെളിച്ചം നോക്ക്, അടിപൊളിയാണ്. നല്ല സൺസെറ്റ് കിട്ടി. അപ്പോൾ എല്ലാവരും കസോളിലൊന്ന് ജസ്റ്റ് ഒന്ന് വന്ന് ഈ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യുക. ഇവിടെ നെറ്റ്വർക്ക് ഇല്ലേ, നെറ്റ്വർക്ക് കിട്ടുന്ന സ്ഥലത്താണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഒരു കട്ട നെറ്റ്വർക്ക് ഉള്ളൂ. അങ്ങനെ സൺസെറ്റൊക്കെ കണ്ട് ചായ കുടിച്ച് ക്യാമ്പ് ഫയറൊക്കെ ആയി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. അങ്ങനെ രാവിലെ എണീച്ച് ഞങ്ങൾ ഇപ്പോൾ ബുൺബുണി 360 വ്യൂ പോയിന്റിലേക്ക് പോകുന്നു. നല്ല തണുപ്പുണ്ട്, വെള്ളം തണുപ്പില്ലേ സാറേ? തണുപ്പില്ലേ? ഗായ്സ് ഫൈനലി വി ആർ അറ്റ് ബുൺബുണി ട്രക്ക് ചെയ്ത് മുകളിലെത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി കുറച്ച് താഴെ ക്യാമ്പ് സൈറ്റ് ചെയ്തിട്ട് അവിടെ കിടന്നതാണ്. അപ്പോൾ ഇന്ന് രാവിലെ എണിച്ച് മാറ്റി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ബുൺബുണി ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. എൻ്റെ വ്യൂ നിങ്ങൾ കണ്ടോക്ക്, 360 വ്യൂ ആണ്. കണ്ടോക്ക് നിങ്ങൾ. ഗൈസ് നേരത്തെ കണ്ടത് 1ാമത്തെ വെള്ളച്ചാട്ടമാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടുത്തെ ഒരു ബായ് പറഞ്ഞ് മുന്നോട്ട് നല്ലൊന്നും കൂടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ്. പോയോക്കാം. അങ്ങനെ 3 ദിവസത്തെ ട്രക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി ഡൽഹിയിലേക്ക് ഇറങ്ങിയ. അപ്പോൾ ഇനി ബാക്കി കാഴ്ചകൾ ഡൽഹിയിലത്തെ കാണാം. ഓക്കെ, അവസാനം വന്ന് എത്തിയത് രാത്രി 9 മണിക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങി കൽഗയിൽ നിന്ന് തിരിച്ചിറങ്ങി. 5:30 മണിയായിട്ടുള്ളൂ സമയം. ഞങ്ങളിവിടെ പോസ്റ്റാണ്. ഞങ്ങളെ ബസ് സ്റ്റാൻഡ് എങ്ങാണ്ട് ഏകദേശം ആ ഭാഗത്താണ്. 9 മണിക്കാണ് ബസ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ച ഒന്ന് കാണാം. അപ്പോൾ ഞങ്ങളിവിടെ പോസ്റ്റായ സമയത്ത് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ്. ഐ തിങ്ക് അവിടെ ഒരു ഹോട്ട് സ്പ്രിങ് ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ഒരു സ്മോക്ക് വരുന്നുണ്ട്. അപ്പോൾ ഹാപ്പി അല്ലേ? അപ്പോൾ ഇത് ലോകം കണ്ടു. വെരി ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട്. എണീച്ച് മാറ്റി 8:30 മണിയായി. അപ്പോൾ രാവിലെ തന്നെ അഹമ്മദ് ഭായി വന്ന് വിളിച്ച് ഞങ്ങളെ. അപ്പോൾ
നാളെ തന്നെ പോവാം. ചെക്കന്മാർ താജ്മഹലും കാര്യങ്ങളും കണ്ടിട്ടില്ല, അപ്പോൾ അടുത്തേക്ക് പോവാന്ന്. അപ്പോൾ അഹമ്മദ് ഭായി ഇപ്പോൾ എത്തു, കാത്തിക്ക് നമ്മൾ മാറ്റിട്ടായിനി. മൂപ്പര് വന്നോടെ നമ്മൾ നേരെ പോകും താജ്മഹലിലേക്ക്. ഹായ് ചങ്ങായി, കേരളം കാണാത്ത മലയാളി ചങ്ങായി. നമ്മൾ അഹമ്മദ് ഭായി ഉണ്ട്, ഓട്ടോയിലാണ് നമ്മൾ ആഗ്രയിലേക്ക് പോകുന്നത്. പറഞ്ഞോളി. എന്താ പറഞ്ഞ ചങ്ങായി, ഇത് കമ്മി പൈസക്ക് റൂമാ, കമ്മി പൈസ വണ്ടി കുലിയാ, കമ്മി പൈസ ഫുഡാ, വേറെ എന്താ ചെയ്യാ? കേരളത്തിൽ നിന്ന് ആരും വന്നാലും കോൾ അഹമ്മദ് ഭായി. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. ഓക്കെ, പോവാ ചങ്ങായി, പോവാ. Guys, you guys happy? You guys are at Taj Mahal. ഷാജഹാന് ആർക്ക് വേണ്ടി കെട്ടിയതാ? മുംതാസിന് വേണ്ടിയിട്ട്, ഓർമ്മക്ക് വേണ്ടി കെട്ടിയത്. ചൂടെടുത്ത് മരവച്ചു ഗൈസ്. താജ്മഹൽ കണ്ട ക്ഷീണം ഗൈസ്. ഒരു ലൈംസോർ കുടിക്കട്ടെ, എന്നിട്ട് ബാക്കി പരിപാടി. ഗൈസ്, ഇവിടെ IPL ക്വാളിഫൈ മാച്ച് നടക്കുന്നുണ്ട്. ഞങ്ങൾ RCB-ക്കാർക്ക് രോമാഞ്ചാണ്, മുംബൈക്കാർ ഇവിടെ കരയുകയാണ് ഗൈസ്. ഇവിടെ അഫ്രീദുണ്ട്. RCB എന്താ ഇപ്പോ?